വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പൊ നമ്മള് +1 റിസൾട്ട് ഒക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ടൈമാണ് അല്ലെ. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും ബയോളജിയിലൊക്കെ ഇത്തിരി മാർക്കൊക്കെ കുറഞ്ഞു പോയ വിഷമത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് ടീച്ചർക്ക് അറിയാം. അപ്പൊ നമ്മുടെ ഇംപ്രൂവ്മെന്റിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ ബോട്ടണിയില് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോ ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അപ്പൊ 2 പാർട്ടായിട്ടായിരിക്കും ടീച്ചർ ഈ ചാപ്റ്റർ എടുത്ത് തരാൻ പോകുന്നത്. കാരണം അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കിത് 2 പാർട്ടായിട്ട് പഠിക്കാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത്. അപ്പോ നിങ്ങള് +2 പഠിക്കുന്നതിന്റെ കൂട്ടത്തില് നിങ്ങൾ എന്ത് ചെയ്യുക, +1 പോർഷൻസും ഈ വീഡിയോസ് കണ്ടിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് നല്ല രീതിക്ക് മാർക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റും. സ്വാഭാവികമായിട്ടും +2 ഫോളോ ചെയ്യുന്ന കുട്ടികൾ +1 മറന്നു പോകും അല്ലേടാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് റീകളക്ട് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പൊ വീഡിയോസ് ഇടുന്നത് കേട്ടാ. അപ്പൊ കൃത്യമായ രീതിയിൽ ടൈം കണ്ടെത്തിക്കൊണ്ട് ഇത് നോക്കാം. കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് നമ്മൾ എക്സാം എടുക്കും. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ല, നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ബോട്ടണിയിലെ ഏതാണ്? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എല്ലാവരും ഒരു വട്ടം പഠിച്ചതായതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എന്താണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതെ, പ്ലാന്റ്സിന്റെ പുറത്തുള്ള ഫീച്ചേഴ്സിനെ പറ്റി, അതായത് പുറമേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഭാഗങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ച ഒരു ചാപ്റ്റർ ആണ് അല്ലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിത് നോക്കാം. ഓക്കേടാ, ഫസ്റ്റ് തന്നെ എന്താണ് പറയുന്നത്, എന്താണ് മോർഫോളജി? മോർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ്, ലോഗി എന്ന് പറഞ്ഞാൽ സ്റ്റഡി. ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫോംസ് ഓഫ് എൻ ഓർഗാനിസം. ഒരു ജീവിയുടെ പുറത്തെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ, ഒരു ജീവിയെ നമ്മൾ പുറമേന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ പഠനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? മോർഫോളജി. ഇതിനൊന്നും ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്താണ് മോർഫോളജി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നോക്കിയടാ, എ ഫ്ലവറിംഗ് ബോഡി ഹാസ് 5 മെയിൻ പാർട്സ്. ഓക്കെ, ഒരു പൂവിടുന്ന ഒരു ചെടിക്ക് പ്രധാനമായിട്ടും 5 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഏതാ? റൂട്ട്, എല്ലാവർക്കും അറിയാലോ, വേരുണ്ടാകും. സ്റ്റെമ്മ്, തണ്ടുണ്ടാകും. പിന്നെന്താ? ലീവ്സ്, ഇലകൾ ഉണ്ടാകും. പിന്നെന്താ ഉള്ളത്? ഫ്ലവേഴ്സ് ഉണ്ടാകും, ഫ്രൂട്ട്സ് ഉണ്ടാകും അല്ലെ. ഒരു സ്വാഭാവികമായിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ചെടി നമ്മുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെടിയിൽ എന്തൊക്കെ ഉണ്ടാവും? അതിനൊരു വേരുണ്ടാകും, അതിനൊരു തണ്ടുണ്ടാകും, അതിന് ലീഫ് ഉണ്ടാകും, അതുപോലെ തന്നെ അതിനെന്തുണ്ടാകും? ഫ്രൂട്ട് ഉണ്ടാകും, അതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാകും അല്ലെ. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു എന്നുള്ള ഒരു കൃത്യമായ ഒരു പ്ലാന്റിന്റെ എന്തുണ്ട്, ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേടാ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, നമുക്കപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ 5 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെയാണ്? റൂട്ട്, സ്റ്റെമ്മ്, അതുപോലെ തന്നെ ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട് അല്ലെ. ഇവന്മാരെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അതായത് പ്ലാന്റ്സിന്റെ 5 പാർട്സിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയാണ്? റൂട്ടിനെ പറ്റി. ആരെ പറ്റിയാണ്? റൂട്ടിനെ പറ്റി. നോക്കാം നമുക്ക് റൂട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്, എത്ര ടൈപ്പ് റൂട്ട് ഉണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് പഠിക്കും. ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. നോക്കിയടാ, റൂട്ട് ഇറ്റ് ഈസ് ദ അണ്ടർഗ്രൗണ്ട് ഫോംഡ് ഫ്രം റാഡിക്കിൾ ഓഫ് എൻ എംബ്രിയോ ഓഫ് എ ജെർമിനേഷൻ സീഡ്. ഇപ്പൊ +2 നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, ടീച്ചർക്ക് അറിയാം. അതിന് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മളൊരു സീഡ് വരക്കുകയാണെങ്കിൽ, നോക്കിയടാ, ഇപ്പൊ ഒരു സീഡ് നമ്മൾ വരക്കുകയാണെങ്കിൽ സീഡിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു സാധനം വരും. ഇവനെ വിളിക്കുന്ന പേരെന്താ? റാഡിക്കിൾ. എന്താ വിളിക്കുക? റാഡിക്കിൾ. ഈ റാഡിക്കിളിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്ത് വരിക? റൂട്ട് ഡെവലപ്പ് ചെയ്ത് വരിക അല്ലെ. നമ്മൾ എംബ്രിയോയുടെ സ്ട്രക്ചർ പഠിച്ചു +2. എംബ്രിയോയുടെ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചു, എംബ്രിയോയുടെ റാഡിക്കിൾ എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ നിന്നാണ് ആര് ഡെവലപ്പ് ചെയ്ത് വരുന്നത്? റൂട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും റൂട്ട് ഏത് ഭാഗത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് നിന്നാ? റാഡിക്കിളിൽ നിന്ന്. അത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക കേട്ടാ. ഓക്കെ, അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ അണ്ടർഗ്രൗണ്ട് ഫോം ഫ്രം റാഡിക്കിൾ ഓഫ് എൻ എംബ്രിയോ ഓഫ് എൻ ജെർമിനേഷൻ സീഡ്. മുളയ്ക്കുന്ന ഒരു സീഡിന്റെ അകത്ത് എംബ്രിയോയുടെ റാഡിക്കൽ പോർഷനിൽ നിന്നാണ് ആര് ഡെവലപ്പ് ചെയ്ത് വരുന്നത്? റൂട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് അല്ലേ, മണ്ണിന് താഴെയല്ല റൂട്ട് പ്രധാനമായിട്ട് നമ്മൾ കാണാറുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത നോക്കിയടാ, ഡിഫറെന്റ് ടൈപ്പ് റൂട്ടുകൾ ഉണ്ട്. ഓക്കെ, നമുക്കൊക്കെ റൂട്ട് എന്ന് പറയുമ്പോൾ ഒരൊറ്റ റൂട്ട് അല്ലെ, ഒരു വേര്, അത്രേ ഉള്ളൂ. പക്ഷെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് റൂട്ട്സ് ശരിക്കും ഉണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തേത് നമ്മുടെ ടാപ്പ് റൂട്ട്. ഒന്നാമത്തേത് ഏതാ? ടാപ്പ് റൂട്ട്. ഈ ടാപ്പ് റൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നോക്കിയടാ, ഇങ്ങനെ മെയിൻ ആയിട്ട് ഒരു റൂട്ട് ഉണ്ടാവും. ഈ റൂട്ടിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു
ചെറിയ ചെറിയ ഈ മെയിൻ ആയിട്ടുള്ള റൂട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രൈമറി റൂട്ട്. എന്താ വിളിക്കുക? പ്രൈമറി റൂട്ട്. ഈ പ്രൈമറി റൂട്ടിൽ നിന്ന് കുഞ്ഞു 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 റൂട്ടുകൾ പിന്നെയും ഡെവലപ്പ് ചെയ്ത് വരും. അവരെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി റൂട്ട്. എന്താ വിളിക്കുക? സെക്കൻഡറി റൂട്ട്. ഓക്കെ, അതിൽ നിന്നും ഇങ്ങനെ കുഞ്ഞു 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 റൂട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അവരെ നമുക്ക് ടെറിഷറി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ ടാപ്പ് റൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഒരു റൂട്ട് ഉണ്ടാവും. ആ റൂട്ടിൽ നിന്ന് ചെറിയ 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 റൂട്ടുകൾ ഇങ്ങനെ കുഞ്ഞു 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 റൂട്ടുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടാപ്പ് റൂട്ട്. അപ്പൊ നോക്കിയാൽ എന്താ കൊടുത്തിരിക്കുന്നതെന്ന്? റാഡിക്കിള് ആര് കൊടുക്കും? ഒരു പ്രൈമറി റൂട്ടിനെ കൊടുക്കും. ആ പ്രൈമറി റൂട്ടിൽ നിന്ന് ആര് വരും? ഒരു സെക്കൻഡറി ടെറിഷറി റൂട്ട്സ് വരും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയടാ, ഇത് പ്രധാനമായിട്ടും കാണുന്നത് എവിടെയാണ്? ഡൈക്കോട്സിലാണ്. ഓക്കെ, മോണോകോട്ടും ഉണ്ട്, ഡൈക്കോട്ടും ഉണ്ട്. അപ്പൊ ടാപ്പ് റൂട്ട് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളെ എഴുതണം. അത് എവിടെ നിന്നാ കാണപ്പെടുക? ഡൈക്കോട്ടിൽ നിന്ന്. ഓക്കെ, ഇനി ഡൈക്കോട്ടിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെ പഠിക്കുക. അതായിരിക്കും ഏറ്റവും നമുക്ക് എന്താണ് കുറച്ചും കൂടെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് ടീച്ചേഴ്സിന് മാർക്ക് ഇടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും അങ്ങനത്തെ ആൻസേഴ്സ് എഴുതാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. നമുക്ക് ഒരുപാട് ഡൈക്കോട്സിന് അറിയാം, പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നത് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ മസ്റ്റാർഡ്. അപ്പൊ റൂട്ട് പല വിധത്തിലുണ്ട്. ഒന്നാമത്തെ റൂട്ടിന്റെ പേരാണ് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ടിന്റെ പ്രത്യേകത ഒന്നുമില്ല. റാഡിക്കളിൽ നിന്ന് പ്രൈമറി റൂട്ട് വരും, സെക്കൻഡറി റൂട്ട് വരും, ടെറിഷറി റൂട്ട് വരും. ഓക്കെ അല്ലേ? ഇനി അതെ, പ്രധാനമായിട്ടും ഈ ടാപ്പ് റൂട്ട് കാണപ്പെടുന്നത് എന്തിലാണ്? ഡൈക്കോട്സിലാണ്. അതിന് എക്സാമ്പിൾ മസ്റ്റാർഡ്. സെറ്റ് അല്ലേ? അടുത്തതാണ് ഏത്? ഫൈബ്രസ് റൂട്ട്. അടുത്തത് ഏതാണ്? ഫൈബ്രസ് റൂട്ട്. എടാ, നമ്മൾ പുല്ല് പറിച്ചു നോക്കാറില്ലേ? ഇപ്പൊ വഴി കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും? നിങ്ങൾക്കൊക്കെ ആ പരിപാടി ഉണ്ടാകുന്ന ടീച്ചർക്കൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിൽ നടന്നു പോകുമ്പോ ഒരു പണി ഉണ്ടാവില്ല, വെറുതെ തോന്നിയ പുല്ലൊക്കെ പിടിച്ചൊന്ന് പറിച്ചൊക്കെ നോക്കുമായിരുന്നു. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എവിടെ അല്ലെ? എന്നാലും നമ്മൾ ജസ്റ്റ് പുല്ലൊക്കെ ഒന്ന് പറിച്ചു നോക്കുമ്പോ ഈ പുല്ലിന്റെ താഴെയുള്ള റൂട്ടിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ? പുല്ല് കണ്ടിട്ടുണ്ടോ മക്കളെ നിങ്ങള്? ദേ, പുല്ലൊക്കെ നോക്കാൻ എവിടെയല്ലേ ടൈം? ഫോണിൽ നിന്ന് തലയെടുക്കാറുണ്ടോ മക്കളെ? ദേ, ഇങ്ങനെ ഇരിക്കും അല്ലെ? ഇങ്ങനെ കൂട്ടായിട്ടിരിക്കും റൂട്ട്. ഇങ്ങനെ ഇങ്ങനെ കൂട്ടം 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 പോലെ ഇരിക്കും അല്ലെ? അങ്ങനെ കൂട്ടമായിട്ടിരിക്കുന്ന ആ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഫൈബ്രസ് റൂട്ട്. എന്താ വിളിക്കുക? ഫൈബ്രസ് റൂട്ട്. ഓക്കെ, ഫൈബ്രസ് റൂട്ട് കൂടുതലും കാണപ്പെടുന്നത് എന്തിലാണ്? മോണോകോട്സിലാണ്. മോണോകോട്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്താണ് നമുക്കറിയാലോ? ഏതാണ്? പുല്ലുവർഗ്ഗങ്ങളല്ലേ അല്ലെ? ഗ്രാസ് ഫാമിലിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കും അല്ലെ? എന്താ വിളിക്കുക? മോണോകോട്സ് എന്ന് വിളിക്കും. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ റൂട്ട് ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ കൂട്ടം കൂട്ടം ആയിട്ട് ഇന്നലെ പോയിട്ട് പുല്ലൊക്കെ പറിച്ചൊന്ന് നോക്കുക, അപ്പൊ മനസ്സിലാവും. ഓക്കെ, അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ഏതാ? വീറ്റ്, നമ്മുടെ ഗോതമ്പ്. ഓക്കെ അല്ലേടാ? ഇനി മൂന്നാമത്തെ കാറ്റഗറി ആണിത് അഡ്വന്റേഷ്യസ് റൂട്ട്. ഏതാണ്? അഡ്വന്റേഷ്യസ് റൂട്ട്. ഇത് ഒരു പ്രത്യേക ഫാമിലിയാണ്. അതായത് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് ഉണ്ടാവും. റാഡിക്കളിൽ നിന്ന് വരുന്ന ടാപ്പ് റൂട്ടോ ഫൈബ്രസ് റൂട്ടോ ഉണ്ടാവും. ഇത് കൂടാതെ ഇവർക്ക് റാഡിക്കൾ അല്ലാതെ വേറെ ഭാഗത്ത് നിന്ന് റൂട്ടുകൾ വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കൊടുങ്ങല്ലൂര് സ്റ്റാൻഡിലുണ്ട്, കണ്ടിട്ടുണ്ടോ? നമ്മുടെ ആൽമരം ഇല്ലേ, ബനിയൻ ട്രീ. ബനിയൻ ട്രീയുടെ സ്റ്റെം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെമ്മിന്റെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുഞ്ഞല്ല, അത്യാവശ്യം നല്ല എന്റെ തലയിലൊക്കെ വന്ന് ഇടിച്ചിട്ടുണ്ട് അത്. ഓക്കെ, ഇങ്ങനെ റൂട്ട് ഇങ്ങനെ താഴേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ടാ? അത് റൂട്ടാ. പക്ഷെ അത് റാഡിക്കളിൽ നിന്നാണോ ഫോം ചെയ്തിരിക്കുന്നതല്ല, ബനിയൻ ട്രീയുടെ ബ്രാഞ്ചസിൽ നിന്നാണ് അത് എന്ത് വന്നിരിക്കുന്നത്? താഴേക്ക് ഇങ്ങനെ പോയിരിക്കുന്നത്. അപ്പൊ അതായത് റാഡിക്കൾ അല്ലാതെ വേറെ ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്ന റൂട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അഡ്വന്റേഷ്യസ് റൂട്ട്. എന്താ വിളിക്കുക? അഡ്വന്റേഷ്യസ് റൂട്ട്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ടീച്ചർ പറഞ്ഞത്? 3 ടൈപ്പ്. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാസ്, ചില ഇനം ഗ്രാസുകളിൽ ഉണ്ട് കേട്ടോ അത്. പിന്നെ ഏതാ? മോൺസ്റ്ററ എന്ന് പറഞ്ഞ പ്ലാന്റിലുണ്ട്. മൂന്നാമത്തെ എക്സാമ്പിൾ ഏതാ? ബനിയൻ ട്രീ. ബനിയൻ ട്രീ എന്താ? നമ്മുടെ ആൽമരം. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേടാ? അപ്പൊ പ്രധാനമായിട്ടും 3 ടൈപ്പ് റൂട്ട്സ് ആണുള്ളത്. ടാപ്പ് റൂട്ട്, പിന്നെ ഏതാ? ഫൈബ്രസ് റൂട്ട്, അഡ്വന്റേഷ്യസ് റൂട്ട്. പഠിക്കാം, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, എന്റെ മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി ടീച്ചർ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ടാപ്പ് റൂട്ട് കണ്ടോ? മെയിൻ ആയിട്ട് ഒരു റൂട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഫൈബ്രസ് റൂട്ട് ഉണ്ട് ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നത് കണ്ടോ? നോക്കിയടാ, മസ്റ്റാർഡ്, വീറ്റ്, മോൺസ്റ്ററയിൽ കണ്ടോ? മെയിൻ ആയിട്ട് ഇവർക്ക് എന്തുണ്ട്? ഇവിടെ റൂട്ടുകൾ ഉണ്ട്. പക്ഷെ അത് കൂടാതെ ഇവിടെ നിന്ന് താഴേക്ക് എന്ത് വന്നിട്ടുണ്ട്? റൂട്ട്സ് വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ റാഡിക്കലിൽ നിന്നല്ലാതെ വേറെ ഭാഗങ്ങളിൽ നിന്ന് റൂട്ട് വരികയാണെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? അഡ്വന്റീഷ്യസ് റൂട്ട് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? റൂട്ടിന്റെ ഈ ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, ഒരു നോട്ട്ബുക്ക് അടുത്ത് വെക്കുക, എഴുതി വെക്കുക. ഓക്കെ, അത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കരുത്, നിങ്ങൾ അത് മറന്നു, അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത്. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. റീജിയൻസ് ഓഫ് റൂട്ട്, വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ് റീജിയൻസ് ഓഫ് റൂട്ട്? എന്താണ് റീജിയൻസ് ഓഫ് റൂട്ട്? നമ്മളൊരു സാധാരണ രീതിയിൽ ഒരു റൂട്ട് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആ റൂട്ട്, ഇപ്പൊ നമ്മൾ ടീച്ചർ പറഞ്ഞില്ലേ പുല്ലൊക്കെ പറിച്ച് നോക്കാറുണ്ടെന്ന്, അല്ലെ? നമ്മളൊരു നോർമലി ഒരു റൂട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ റൂട്ടിന്റെ ഓരോ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഒരു റൂട്ടിന്റെ ഭാഗങ്ങൾ. ഓക്കേടാ, ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, ടീച്ചർ വേറെ ഫിഗർ വരക്കാം. ഇപ്പൊ നമ്മള് 2 വീലർ ഓടിക്കുമ്പോ നമ്മുടെ തല പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് വെക്കും? ഹെൽമെറ്റ് വെക്കും, അല്ലെ? എന്തിനു വേണ്ടിട്ട് ഹെൽമെറ്റ് വെക്കണേ? എന്തെങ്കിലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് തലക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിട്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമല്ലേ നമ്മുടെ ഹെഡ്. അപ്പൊ അതിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ നമ്മുടെ റൂട്ട് ഭയങ്കര, പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ടിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്? റൂട്ട് ക്യാപ്പ് ഉണ്ട്. എന്തുണ്ട്? റൂട്ട് ക്യാപ്പ്. അപ്പൊ നമ്മുടെ തല നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് വെക്കുന്നതോ അല്ലെങ്കിൽ ക്യാപ്പ് വെച്ചു, വെയിലത്തൊക്കെ പോകണമെങ്കിൽ നമ്മൾ ക്യാപ്പ് വെക്കും, അല്ലെ? അതൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അതുപോലെ നമ്മുടെ പാവ റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തുണ്ട്? റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഓക്കെ അല്ലേടാ? ഇനി നോക്കിയടാ, ഈ റൂട്ട് ക്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് നിറച്ചും മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്. എന്താ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇതെന്ന് പറയാ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയാം. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മെരിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? ഡിവിഷൻ ഇങ്ങനെ നടക്കുന്ന, അതായത് സെല്ലുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ നടക്കുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്താ? മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് വിളിക്കുക. അപ്പോ ഈ റൂട്ട് ക്യാപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മുകളിലുള്ള ഭാഗമാണ് എന്ത്? ഈ മെരിസ്റ്റം, അതായത് ഈ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ കാണപ്പെടുന്ന ഭാഗമാണ്. ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. എന്താ വിളിക്കുക? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അപ്പൊ ഫസ്റ്റ് ടീച്ചർ പറഞ്ഞ എന്താ? റൂട്ട് ഉണ്ട്, റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് റൂട്ട് ക്യാപ്പ് ഉണ്ട്, അതിന്റെ തൊട്ടു മുകളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ നടത്തുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അവരെ വിളിക്കുന്ന പേരെന്താണ്? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഇനി അതിന്റെ മുകളിലായിട്ട് എന്താണുള്ളത്? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, അതായത് ഇങ്ങനെ നീളം വെക്കുന്ന ഭാഗം, അല്ലെ? റീജിയൻ ഓഫ് ഇലോങ്ങേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നീട്ടം, അല്ലെ? അപ്പൊ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആണ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയുടെ മുകളിലുള്ളത്. ഓക്കെ അല്ലേടാ? അല്ലെ? പൊക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താകും? ഇപ്പൊ ടീച്ചറുടെ അമ്മ പ്രസവിച്ച് അതേപോലെ തന്നെയാണോ ടീച്ചർ ഇപ്പൊ നിൽക്കുന്നത്? അല്ല, പൊക്കൊക്കെ വെച്ച് വലിയ ആളായില്ലേ, അല്ലെ? നല്ല വണ്ണവും പൊക്കൊക്കെ വെച്ച് വലിയ ആളായി, അല്ലെ? അപ്പൊ ടീച്ചർക്ക് മെച്യൂരിറ്റി വന്നപ്പോ ടീച്ചർ എന്തായി? നല്ല ഹൈറ്റ് ഒക്കെ വെച്ചപ്പോ ടീച്ചർക്ക് മെച്യൂരിറ്റി വന്നെന്ന് എല്ലാവരും പറയണു, അല്ലേടാ? അപ്പോ ഈ റൂട്ടിന് എന്താ? പൊക്കം വെച്ചു. ഇലോങ്ങേഷൻ റീജിയൻ കഴിയുമ്പോ പൊക്കം വെച്ചല്ലോ, അപ്പൊ പിന്നെ എന്തായിട്ടുണ്ടാവും? മെച്യൂർഡ് ആയിട്ടുണ്ടാവും. പഠിക്കാനുള്ള എളുപ്പവഴിക്ക് പറഞ്ഞു തരണ പിള്ളേരെ. ഓക്കെ, എന്തായിട്ടുണ്ടാകും? മെച്യൂർഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അടുത്ത റീജിയൻ എന്തായിരിക്കും? റീജിയൻ ഓഫ് മെച്യൂറേഷൻ. അടുത്ത റീജിയൻ എന്താ? റീജിയൻ ഓഫ് മെച്യൂറേഷൻ. അപ്പൊ എന്താ ടീച്ചർ പറഞ്ഞേ? ഒരു റൂട്ട് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ റൂട്ട് ടിപ്പ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? റൂട്ട് ക്യാപ്പ് ഉണ്ടാകും. ഓക്കെ അല്ലെ? അതിന് മുകളിൽ കണ്ടിന്യൂസ് ഡിവിഷൻ നടത്തുന്ന മെരിസ്റ്റമാറ്റിക് റീജിയൻ ഉണ്ടാകും. അതിന്റെ മുകളിലായിട്ട് എന്തുണ്ടാകും? കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ മുകളിൽ എന്തുണ്ടാകും? ഇലോങ്ങേറ്റഡ്, ഇലോങ്ങേഷൻ നടക്കുന്ന റീജിയൻ ഉണ്ടാവും. അപ്പൊ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഓക്കെ, പൊക്കൊക്കെ വെച്ച് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നീളം വെക്കുക. നീളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താകും? നമ്മൾ എന്താ? മെച്ചേർഡ് ആവും, അല്ലെ? നമ്മൾ സ്വാഭാവികമായിട്ട് മെച്ചേർഡ് ആവും. അപ്പൊ അടുത്ത സ്റ്റേജ് ആണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നാല്, ഇപ്പൊ നമ്മളും ഉണ്ട് നമ്മുടെ വീട്ടില്, ഇപ്പൊ ടീച്ചറുടെ വീട്ടിലാണെങ്കിൽ ടീച്ചറും ഉണ്ട്, ടീച്ചറുടെ മോനും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ആരെങ്കിലും പെട്ടെന്ന് അൺനോൺ ആയിട്ടോ ആരെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് ടീച്ചറുടെ മോനോടാണോ ചോദിക്കുക, ടീച്ചറോടാണോ ചോദിക്കുക വീട്ടിലെ വിശേഷങ്ങളൊക്കെ? അൺനോൺ അല്ല, ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടീച്ചറോടല്ലേ ചോദിക്കുക. എന്തുകൊണ്ടാണ് ടീച്ചറോട് ചോദിക്കണേ? ടീച്ചറുടെ മോനേക്കാളും മെച്യൂരിറ്റി ആർക്കാ? ടീച്ചർക്കല്ലേ? അപ്പൊ മെച്യൂർഡ് ആയ ആൾക്കാരോടായിരിക്കും അല്ലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുക. എല്ലാ കാര്യങ്ങളൊക്കെ തിരക്കുന്നത് നമ്മൾ എപ്പോഴും ആരോടായിരിക്കും? മെച്യൂർഡ് ആയ ആൾക്കാരോടായിരിക്കും. ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു റൂട്ടിന്റെ സ്വഭാവം അറിയണമെങ്കിൽ, നമ്മൾ ആ റൂട്ടിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റൂട്ടിന്റെ ഒരു ചെറിയ ഭാഗം എടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ നിരീക്ഷിക്കണം.
അല്ലെ, മൈക്രോസ്കോപ്പിൽ കൂടെ ഒക്കെ നോക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ എടുക്കേണ്ട ഭാഗം ഏതാണ്? റീജിയൺ ഓഫ് മെച്ചുറേഷൻ. ഓക്കെ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ആയിരിക്കും നമ്മൾ ആ ഭാഗത്തെ സെൽസ് എടുത്ത് നോക്കിയാലാണ് നമുക്ക് കൂടുതൽ മനസ്സിലാകുക. ഇവിടെയാണ് ഡിഫറൻസിയേഷൻ നടക്കുക. ഓക്കെ, അപ്പൊ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ മെച്ചുവേർഡ് ആയ ആളോടായിരിക്കും കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതുപോലെ റൂട്ടിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കേണ്ട, നമ്മൾ കളക്ട് ചെയ്യേണ്ട സെൽസ് ഏത് ഭാഗത്തു നിന്നായിരിക്കും? റീജിയൺ ഓഫ് മെച്ചുറേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്നായിരിക്കും. ഓക്കെ, ഈ മെച്ചുറേഷന്റെ ഭാഗത്തായിരിക്കും ആരുള്ളത്? റൂട്ട് ഹെയർസ് ഉള്ളത്. ആരുള്ളത്? റൂട്ട് ഹെയർസ് ഉള്ളത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, റൂട്ടിന്റെ ഈ ഒരു ഫിഗർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പേര് ടീച്ചർ പഠിക്കുന്ന കാലം തൊട്ട് അല്ലെങ്കിൽ അതിനു മുൻപ് തൊട്ടേ ഇത് ലേബിൾ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല. സോ പഠിക്കാം. ഓക്കെ അല്ലെ? ഇനി ടീച്ചർ ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. മെരിസ്റ്റമാറ്റിക് റീജിയൻ ഉണ്ട്. ദ റൂട്ട് ഹാസ് എ പ്രൊട്ടക്റ്റീവ് റൂട്ട് ക്യാപ്പ് അറ്റ് ദ ടിപ്പ്. റൂട്ടിന് എന്തുണ്ട്? അതിന്റെ ടിപ്പില് ഒരു പ്രൊട്ടക്റ്റീവ് റൂട്ട് ക്യാപ്പ് ഉണ്ട്. അടുത്തത് എന്താ? റൂട്ട് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു 3 റീജിയൻസ്. 3 റീജിയൻസ് ഉണ്ട്. ഓക്കെ, എത്ര റീജിയൻസ് ഉണ്ട്? 3. ഫസ്റ്റത്തത് ഏതാ? മെരിസ്റ്റമാറ്റിക് റീജിയൻ. രണ്ടാമത്തത് ഇലോങ്ങേഷൻ റീജിയൻ. മൂന്നാമത്തത് മെച്ചുറേഷൻ റീജിയൻ. നമ്മൾ പറഞ്ഞു തന്നെ. ഇനി മെരിസ്റ്റമാറ്റിക് റീജിയൻ എന്താ? എബവ് ദ റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പിന് തൊട്ട് മുകളിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദി സെൽസ് ഡിവൈഡ്സ് actively. Cells are small, thin-walled and with dense protoplasm. Okay, continuous ആയിട്ട് സെൽസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കേട്ടോ. അടുത്തത് എന്താ? ഇലോങ്ങേഷൻ റീജിയൻ എബവ് ദി മെരിസ്റ്റമാറ്റിക് റീജിയൻ. മെരിസ്റ്റമാറ്റിക് റീജിയന് മുകളിലുള്ള ഭാഗമാണ് എന്താ? ഇലോങ്ങേഷൻ റീജിയൻ. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്താ? ദി സെൽസ് അണ്ടർഗോ റാപ്പിഡ് ഇലോങ്ങേഷൻ ആൻഡ് എൻലാർജ്മെന്റ്. ഇവിടുത്തെ സെൽസിന് എന്താ? ഇലോങ്ങേഷൻ, നീളം വെക്കുന്നതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേടാ? റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ റൂട്ട് ഇൻ ദ ലെങ്ത്. ഓക്കെ, റൂട്ടിന് നീളം വെക്കുന്നതിന് റെസ്പോൺസിബിൾ ആരാണ്? ഈ ഇലോങ്ങേഷൻ റീജിയൻ ആണ്. ഓക്കെ അല്ലേടാ? ലാസ്റ്റ് ഭാഗം ഏതാ? മെച്ചുറേഷൻ റീജിയൻ എബവ് ദ ഇലോങ്ങേഷൻ സോൺ. ഈ ഇലോങ്ങേഷൻ സോണിന് മുകളിലുള്ളതാണ് എന്താ? മെച്ചുറേഷൻ. അവിടെ എന്താ പ്രത്യേകത? ഹിയർ ദ സെൽസ് ഡിഫറൻഷിയേറ്റ് ആൻഡ് മെച്ചുർ. ദിസ് റീജിയൻ ഗിവ് റൈസ് ടു റൂട്ട് ഹെയർസ്. ഓക്കെ, ഇവിടെയാണ് സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മെച്ചുർ ആവുന്നത്. ഓക്കെ അല്ലേടാ? ഇവിടെയാണ് എന്തുള്ളത്? റൂട്ട് ഹെയർസ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാം. റൂട്ട് ഹെയർസ് കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഏതാണ്? ഇലോങ്ങേഷൻ റീജിയൻ ആണോ? മെച്ചുറേഷൻ റീജിയൻ ആണോ? ഏതാ? മെരിസ്റ്റമാറ്റിക് റീജിയൻ ആണോ? നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാട്ടാ. ഓക്കെ, അടുത്തത് എന്താ? ഫങ്ഷൻസ് ഓഫ് റൂട്ട്. റൂട്ടിന്റെ ഉപയോഗങ്ങൾ എന്താണ്? ഒരേ കുഞ്ഞു ക്ലാസ്സിൽ വരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് റൂട്ടിന്റെ ഫങ്ഷൻസ് അല്ലെ. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. മണ്ണിൽ നിന്ന് ചെടിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസും വെള്ളമൊക്കെ വലിച്ചെടുക്കലാണ് ഒന്നാമത്തെ ഫങ്ഷൻ അല്ലെ. റൂട്ടിൽ കൂടെയാണ് അതൊക്കെ എന്ത് ചെയ്യുന്നത്? ചെടിയുടെ ബോഡിയിലേക്ക് കയറുന്നത്. അടുത്തത് ഏതാ? പ്രൊവൈഡ് പ്രോപ്പർ ആങ്കറേജ് ടു ദ പ്ലാന്റ് പാർട്ട്. ഓക്കെ, മണ്ണിൽ ഇങ്ങനെ ശക്തമായി പിടിച്ചു നിന്നാലല്ലേ ചെടിക്ക് നന്നായിട്ട് വളരാൻ പറ്റുള്ളൂ അല്ലെ. ശക്തമായിട്ട് മണ്ണിൽ ഇങ്ങനെ ആങ്കറേജ് ചെയ്ത് പിടിച്ചു നിന്നാൽ മാത്രമേ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ആശാന് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാറ്റ് വീശി കഴിഞ്ഞാൽ ആളെന്തായി പോകും? വീണു അല്ലെ. അപ്പൊ അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്ത്? നമ്മുടെ ആര്? റൂട്ട്. അടുത്തത് എന്താ? സം റൂട്ട് സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ്. ചില ആളുകള് റൂട്ട് എന്ത് ചെയ്ത് വെക്കും? റൂട്ട് ചില ചെടികളില് റൂട്ട് എന്തിനെ സ്റ്റോർ ചെയ്ത് വെക്കും? ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ കഴിക്കുന്ന ക്യാരറ്റ് ഒക്കെ ഇല്ലേ അല്ലെ? ക്യാരറ്റ് ഒക്കെ എന്താ? റൂട്ടാണ്. ഓക്കെ, ക്യാരറ്റ് ഒക്കെ എന്താ? റൂട്ടാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഈ ക്യാരറ്റ് ഒക്കെ റൂട്ടാണ്. ഓക്കെ, അതെന്താ ശരിക്കും? അതിന്റെ റൂട്ടില് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാ. ഓക്കെ, അപ്പൊ ചില ആൾക്കാര് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും. നെക്സ്റ്റ് എന്താ? സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ അല്ലെ, ഗ്രോത്ത് ഹോർമോൺസിന്റെ ചാപ്റ്റർ ഓർമ്മയില്ലേ? അപ്പൊ റൂട്ടില് എന്തു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പ്ലാന്റിന്റെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ വെരി വെരി ഇമ്പോർട്ടന്റ്, ഇത് വിട്ടു പോവരുത്. ഓക്കെ, അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് റൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? റൂട്ട് ഫുള്ള് പഠിക്കാം. ഇത്രേ ഉള്ളൂ. റൂട്ട് സെറ്റ് അല്ലേ? റൂട്ട് ഓക്കെ അല്ലേ? നമ്മൾ ടാപ്പ് റൂട്ട് പഠിച്ചു, അഡ്വെന്റീഷ്യസ് റൂട്ട് പഠിച്ചു, ഫൈബ്രസ് റൂട്ട് പഠിച്ചു, റൂട്ടിന്റെ സ്ട്രക്ചർ പഠിച്ചു, റൂട്ടിന്റെ ഫംഗ്ഷൻ പഠിച്ചു. കഴിഞ്ഞു. ഓക്കെ അല്ലെ? ഇനി അടുത്ത സ്ട്രക്ചറിലേക്ക് പോവാം. നമുക്ക് അടുത്ത സ്ട്രക്ചർ ഏതാ? സ്റ്റെം. നോക്കാം നമുക്ക്. സ്റ്റെം എന്താണ്? is an ascending part of the axis that developed from the plumule of the embryo. നോക്കിയടാ, സീഡ് വരച്ചു കഴിഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു ഇങ്ങോട്ട് റാഡിക്കൽ വരും, ഇങ്ങോട്ട് ആരാ വരിക? പ്ലിമ്യൂൾ. ഓർക്കുന്നുണ്ടോ? നമ്മള് സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിച്ചു. എന്താ സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിച്ചത്? എംബ്രിയോ. ഓക്കെ, നമ്മൾ ഡൈക്കോട്ട് എംബ്രിയോ പഠിച്ചു, മോണോക്കോട്ട് എംബ്രിയോ പഠിച്ചു. പ്ലിമ്യൂൾ ഉണ്ട്, റാഡിക്കൽ ഉണ്ട്. പ്ലിമ്യൂളിൽ നിന്നാണ് ആര് ഡെവലപ്പ് ചെയ്ത് വരുന്നത്? സ്റ്റെം ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മൾ പഠിച്ചു ഇല്ലേ? പഠിച്ചില്ലേ?
പഠിച്ചു. ഓക്കെ, അപ്പോ പ്ലിമ്യൂൾ ആണ് ആരെ തരുന്നത് സ്റ്റെമ്മിനെ തരുന്നത്. അസെൻഡിങ് പോർഷൻ ആണ്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, മണ്ണിന് മുകളിലുള്ള ഭാഗം. ഓക്കെ അല്ലേ. അടുത്തത് എന്താ, ഇറ്റ് ബെയർസ് നോട്ട്സ് ആൻഡ് ഇന്റർ നോട്ട്സ്. ഓക്കെ, ഒരു സ്റ്റെം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ആ സ്റ്റെമ്മില് എന്തുണ്ട്, നോട്ട്സ് ഉണ്ട്, ഇന്റർ നോട്ട്സ് ഉണ്ട്. എന്താ നോഡ്, എന്താണ് ഇന്റർ നോഡ്, എന്താണ് നോഡ്, എന്താണ് ഇന്റർ നോഡ്? ഓക്കെ, ശ്രദ്ധിക്കാട്ടാ. ഒരുപാട് പേര് ഇത് വെറുതെ കാണാതെ പഠിച്ചു പോയിട്ടുണ്ട്. ഇതെന്താന്ന് അറിയില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കി എടുക്കട്ടാ. നോക്കിയടാ, എന്താണ് നോഡ്? നമ്മുടെ ലീഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, നോഡ്. ഇതിൽ എത്ര നോഡ്സ് ഉണ്ട്, രണ്ടെണ്ണം ഇല്ലേ? ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. ഓക്കെ, അപ്പൊ സ്റ്റെമ്മിൽ കാണപ്പെടുന്ന സാധനമാണ് എന്ത്, നോഡ്. ഇനി ഈ രണ്ട് നോഡുകൾക്കിടയിലുള്ള ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇന്റർ നോഡ്. ഓക്കെ അല്ലേ, ഓക്കെ ആണോ? ഈ രണ്ട് നോഡുകൾക്കിടയിലുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് എന്താ, ഇന്റർ നോഡ്. സെറ്റ് അല്ലേ, ഓക്കെ ആണോ? യെസ്. അപ്പൊ നോക്കിയടാ, റീജിയൻ ഓഫ് ദ സ്റ്റെം വേർ ലീവ്സ് ആർ ബോൺ. ഓക്കെ, നോഡ് എന്ന് പറഞ്ഞാൽ എന്താ, റീജിയൻ ഓഫ് ദ സ്റ്റെം വേർ ലീവ്സ് ആർ ബോൺ. ലീവ്സ് മുളയ്ക്കുന്ന ആ ഭാഗത്തെ, സ്റ്റെമ്മിലെ ലീവ്സ് മുളയ്ക്കുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്താ, നോഡ്സ്. സെറ്റ് അല്ലേ. അടുത്തത് എന്താ, ഇനി ഇന്റർനോഡ് എന്ന് പറഞ്ഞാൽ എന്താ, പോർഷൻ ബിറ്റ്വീൻ ടു നോഡ്സ്. രണ്ട് നോഡുകൾക്കിടയിലുള്ള ഭാഗമാണ് എന്താ, ഇന്റർ നോഡ്സ്. എക്സാമിന് ചോദിക്കൂട്ടാ, പഠിച്ചു വെക്കാം. ഇനി ഫങ്ഷൻസ് ഓഫ് സ്റ്റെം, എന്താ ഫങ്ഷൻസ്? ഇതും സിമ്പിൾ ആണ്, എല്ലാവർക്കും എഴുതി വെക്കാം. എന്താണ് നോക്കിയടാ, സ്പ്രെഡിങ് ഔട്ട് ബ്രാഞ്ചസ് ബെയറിംഗ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ചെടി എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മരം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും, അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും, ഫ്ലവേഴ്സ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും അല്ലെ. ഇതിനൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് കൂടി ഇങ്ങനെ കട്ട പിടിച്ചതുപോലെ ഇരിക്കാണ്ട് എല്ലാവരും സ്പ്രെഡ് ചെയ്ത് ഒക്കെ നല്ല ഭംഗിക്ക് വെക്കുന്നത് ആരാണ്, സ്റ്റെം ആണ് അല്ലെ. അപ്പൊ അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. അടുത്തത് എന്താ, ഇറ്റ് കണ്ടക്ട് വാട്ടർ, മിനറൽസ് ആൻഡ് ഫോട്ടോസിന്തേസ്. എന്താണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂട്ടിൽ കൂടെ അകത്തേക്ക് കയറുന്ന മിനറൽസിനെയും ന്യൂട്രിയൻസിനെയും എല്ലാം ചെടിയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കണം അല്ലെ. റൂട്ടിൽ കൂടെ ജസ്റ്റ് കയറി അവിടെ നിന്നാൽ മതിയോ, അല്ല, ചെടിയുടെ ടോപ്പ് പോർഷൻ വരെ എത്തിക്കണം. അത് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, സ്റ്റെം ആണ്. ഓക്കെ അല്ലേ. അടുത്തത് ഏതാ, സം സ്റ്റെംസ് സ്റ്റോർ ഫുഡ്. ഇനി ചില സ്റ്റെമ്മുകളും എന്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില സ്റ്റെമ്മുകളും എന്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഫുഡ്. നമ്മൾ കഴിക്കുന്ന പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങില്ലേ, അതെന്താ, സ്റ്റെമ്മാണ്. അപ്പൊ പലരും വിചാരിക്കും അത് റൂട്ടാണെന്ന്. അല്ല, ഉരുളക്കിഴങ്ങ് എന്താ, സ്റ്റെമ്മ. നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വീട്ടിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഉരുളക്കിഴങ്ങിന്റെ പുറത്തു കൂടി ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ മുളച്ചു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താ, നോഡാ അല്ലെ. നോഡ് കാണുന്നത് എവിടെയാ, സ്റ്റെമ്മിലല്ലേ, വേരിൽ വരുമോ, റൂട്ടിൽ വരുമോ, ഇല്ല അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് എന്താ, സ്റ്റെമ്മാണ്. ഓക്കെ അല്ലേ, ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് എന്താ, സ്റ്റെമ്മാണ്. ഓക്കെ, അപ്പൊ ചില സ്റ്റെമ്മുകൾ എന്തിനു സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അടുത്തത് എന്താ, സം സ്റ്റെംസ് ആക്ട് ആസ് എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്, പാർട്ട് ദാറ്റ് ക്യാൻ ഗ്രോ ഇൻടു ന്യൂ പ്ലാന്റ്സ്. അതായത് ചില സ്റ്റെമ്മുകൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. എന്ന് പറഞ്ഞാൽ എന്താ, തണ്ട് കുഴിച്ചിട്ടാൽ മുളച്ചു വരുന്ന ചെടികളില്ലേ, ഇല്ലേ. ഇപ്പൊ ചെമ്പരത്തിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ സ്റ്റെമ്മാണ് കൊണ്ടുവന്ന് മണ്ണിൽ കുഴിച്ചിടുക. അപ്പൊ അത് എന്ത് ചെയ്യും, അത് മുളച്ച് പുതിയ, അല്ലെങ്കിൽ അത് പൊടിച്ചു വന്നിട്ട് പുതിയ ചെടിയായിട്ട് മാറും. അപ്പൊ ചില ചെടികളുടെ സ്റ്റെമ്മുകൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ ചെടിയായിട്ട് മാറാനുള്ള കഴിവുണ്ട്. ഓക്കെ അല്ലേ. ഇതാണ് നമ്മുടെ സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, റൂട്ട് പഠിച്ചു, സ്റ്റെം പഠിച്ചു. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത്തെ ആളാരാ, ലീഫ്. മൂന്നാമത്തെ ആളാരാ, ലീഫ്. നോക്കാം നമുക്ക്. ലീഫ് ഇറ്റ് ഇസ് എ ലാറ്ററൽ ഫ്ലാറ്റൻ സ്ട്രക്ചർ ബോൺ ഓൺ ദ സ്റ്റെം ഡെവലപ്പിംഗ് അറ്റ് ദ നോഡ്. ലാറ്ററൽ ഫ്ലാറ്റന്റ് പരന്നിരിക്കുന്ന സ്ട്രക്ചർ ആണ് അല്ലെ. ഉണ്ടപ്പനാണോ നമ്മുടെ ലീഫ്? അല്ല, നല്ല പരന്നിരിക്കുന്ന, ടീച്ചറുടെ കൈ പോലെ പാമ്പ് പോലെ ഇങ്ങനെ പരന്നിരിക്കുന്ന ആളാണ് ആര്, നമ്മുടെ ലീഫ്. എവിടെയാ ഉണ്ടാവുക, വേരിലാണോ? അല്ല, എവിടെയാ ഉണ്ടാവുക, സ്റ്റെമ്മില് തന്നെ എവിടെയാ ഉണ്ടാവുക, നോഡില് അല്ലടാ. അതാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത എന്താ, arrangement of leaf, acropetal order, younger seen at the tip and older at the base. എന്താണ് acropetal? അറിയോ acropetal? നോക്കിയടാ, ഇപ്പൊ നമ്മളൊരു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ് ലീഫ് വരാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്?
ഈ അറേഞ്ച്മെന്റിന്റെ ഒരു പ്രത്യേകത ഇല്ലേ? എന്താ? ലാർജർ വൺ എവിടെയായിരിക്കും? താഴെ ആയിരിക്കും അല്ലെ? സ്മോളർ വൺ ആയിരിക്കും മുകളിലുള്ളത് അല്ലെ? താഴേക്ക് വരുന്ന ഓരോ ലീഫിന്റെ വലിപ്പം എന്താകും? കൂടി 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 വരും അല്ലെ? അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്താ? അക്രോപിറ്റൽ ഓർഡർ. അപ്പോ സ്റ്റെമ്മില് ഇപ്പോ ഈ ലീഫ് അറേഞ്ച് ചെയ്യുന്ന ആ പ്രത്യേക തരത്തിലുള്ള ഓർഡറിനെ വിളിക്കുന്ന പേരാണ് എന്താ? അക്രോപിറ്റൽ ഓർഡർ. അതാണ് ഈ ഓർഡർ. ഓക്കെ, ലാർജർ വൺ എപ്പോഴും താഴെയായിരിക്കും. മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? ലീവ്സിന്റെ വലിപ്പം എന്താകും? കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ അല്ലേ? യങ്ങർ സീൻ അറ്റ് ദ ടിപ്പ്. ടിപ്പിൽ ആരെ കാണും? ആരെ കാണും? ആരെ കാണും? നമ്മുടെ യങ്ങർ വണ്ണിനെ കാണും. ഓക്കെ, ഓൾഡർ അറ്റ് ദ ബേസ്. ബേസിലായിരിക്കും ആരെ കാണപ്പെടുക? ഓൾഡർ വണ്ണിനെ. സെറ്റ് അല്ലേ? ഇനി നോക്കിയടാ, ഇതൊരു ലീഫിന്റെ ഫിഗർ ആണ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. നമ്മളൊരു ലീഫ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ലീഫിന്റെ ഭാഗങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ലീഫിന്റെ നോക്കിയടാ, ലീഫിനെയും സ്റ്റെമ്മിനെയും കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പിറ്റിയോൾ. എന്താ വിളിക്കുക? പിറ്റിയോൾ. അപ്പൊ ലീഫിനെ നമ്മുടെ സ്റ്റെമ്മുമായിട്ട്, ഇപ്പൊ ഇത് സ്റ്റെം ആണെങ്കിൽ ഇതാണ് നമ്മുടെ ലീഫ് എങ്കിൽ ഈ പോർഷൻ ഇല്ലേ, ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? പിറ്റിയോൾ. ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? പിറ്റിയോൾ. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയടാ, ഈ അടുത്ത നോക്കിയടാ, ഈ ലീഫ് സ്റ്റെമ്മും നമ്മുടെ പീറ്റോളും അറ്റാച്ച് ചെയ്യുന്ന ഈ ഭാഗത്ത് ലീഫ് പോലെ രണ്ടാൾക്കാർ ഇതിങ്ങനെ നിൽപ്പുണ്ട്. ലീഫ് അല്ല, പക്ഷെ ലീഫ് പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ചെറിയ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിപ്യൂൾസ്. എന്താ വിളിക്കുക? സ്റ്റിപ്യൂൾ. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ കാണപ്പെടുന്ന രണ്ട് ലീഫ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റിപ്യൂൾസ്. അത് കൂടാതെ ഇങ്ങനെ നമ്മൾ ലീഫ് ആണെന്ന് പറയുന്നത് ഈ ഒരു ഭാഗമല്ലേ, ഈ ഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ്? ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലീഫ് ലാമിന. എന്താ വിളിക്കുന്നത്? ഈ പോർഷനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്താ? ലീഫ് ബ്ലേഡ് ഓർ ലാമിന. ഇനി നമ്മൾ ലീഫ് ബ്ലേഡിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോ നോക്കിയടാ, സെൻട്രൽ കൂടെ ഒരു ആള് പോയിട്ടുണ്ട്. ഈ സെൻട്രൽ കൂടെ പോകുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്താ? മിഡ് റിബ്. എന്താ വിളിക്കുക? മിഡ് റിബ്. ഈ മിഡ് റിബിൽ നിന്ന് കുഞ്ഞു 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 കുഞ്ഞിങ്ങനെ പോയിട്ടുണ്ട്, വെയിൻസ് പോയിട്ടുണ്ട് അല്ലെ? ഞരമ്പ് പോലെ ഒരു ലീഫൊക്കെ പറിച്ചൊന്നും എടുത്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റും. സെന്ററിൽ കൂടെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു പോയിന്റ് പോയിട്ടുണ്ടാവും, അതിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു 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 വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും. അതാണ് എന്ത്? വെയിൻസ്. ഓക്കെ, അതാണ് എന്താ? വെയിൻസ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? സ്റ്റെം ഉണ്ട്, സ്റ്റെമ്മുമായിട്ട് ലീഫിനെ കണക്ട് ചെയ്യുന്ന ഭാഗം എന്താ? ആ തണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പിറ്റിയോള്. പിറ്റിയോളിൽ തന്നെ ചെറിയ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് സ്റ്റിപ്യൂൾസ്. അത് കൂടാതെ ഇങ്ങനെ ഒരു നമ്മൾ ആ ഗ്രീൻ പോർഷനെ വിളിക്കുന്ന പേരെന്താ? ലീഫ് ബ്ലേഡ് ഓർ ലാമിന. അതിന്റെ അകത്ത് സെന്ററിൽ കാണപ്പെടുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരെന്താ? മിഡ് റിബ്. മിഡ് റിബിൽ നിന്ന് പിന്നീട് ചെറിയ ചെറിയ വെയിൻസ് വരുന്നുണ്ട്, അവരെ വിളിക്കുന്ന പേരെന്താ? വെയിൻസ്. അത് കൂടാതെ നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട ചെടികൾ, നമ്മുടെ പയറൊക്കെ ഇല്ലേ, അവരുടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നോക്കിയടാ, ഇത് സ്റ്റെം ആണെങ്കിൽ ലീഫ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു വേർതിരിപ്പുണ്ടാവും. നോക്കിക്കോട്ടെ, വീട്ടിൽ പയറു കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി നോക്കുക. അവരുടെ ആ ലീഫും സ്റ്റെമ്മും കണക്ട് ചെയ്യുന്ന ആ ഭാഗം ഇങ്ങനെ ഒന്ന് തടിച്ചിരിപ്പുണ്ടാവും, അങ്ങനെ വേർതിരിപ്പുണ്ടാവും. ഓക്കെ, ആ വേർതിരിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പൾവിനസ്. എന്താ വിളിക്കുക? പൾവിനസ്. എന്താ വിളിക്കുക? ടീച്ചർ പറയുമ്പോൾ ടീച്ചർ കൂടെ പറയാം. എന്താ വിളിക്കുക? പൾവിനസ്. വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ഇസ് പൾവിനസ്, അങ്ങനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഇത് കാണപ്പെടുന്നത് ഏത് ഫാമിലിയിലാ? ലെഗുമിനേസിയെ. ഏത് ഫാമിലിയിലാ? പയറുവർഗ്ഗങ്ങളില്, ലെഗുമിനേസിയെ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലീഫിന്റെ ഫിഗറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് ടീച്ചർ ഇവിടെ ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താണ് ഈ ചാർട്ടിൽ പറയുന്നതെന്ന്. ഓക്കെ, എന്താണ് ഈ ചാർട്ടിൽ പറയുന്നത് നമുക്ക് നോക്കാം. യെസ്, നോക്കിയടാ, ഫസ്റ്റ് ലീഫ് ബേസ്. ടീച്ചർ പറഞ്ഞില്ലേ ലീഫ് ബേസ് എന്താണെന്ന്? ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ലീഫ് അറ്റാച്ച്മെന്റ് ഓൺ ദ സ്റ്റെം. ഓക്കെ, നോക്കിയടാ, ഇപ്പോ ഇത് സ്റ്റെം ആണെങ്കിൽ, ഇത് ലീഫ് ആണെങ്കിൽ, ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റെമ്മിലേക്ക് ലീഫിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്താ? ലീഫ് ബേസ്. ഇനി അടുത്ത ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയടാ. എന്താണ്? പൾവിനസ് ഉണ്ട്, സ്വള്ളൻ ലീഫ് ബേസ് ഇൻ ലെഗുമിനസ് പ്ലാന്റ്സ്. എന്ന് പറഞ്ഞാൽ എന്താ? പയറുവർഗ്ഗങ്ങളില് ഈ ലീഫ് ബേസ് എങ്ങനെ ഇരിക്കും? വീർത്തിരിക്കും, ഉണ്ടയായിട്ടിരിക്കും. ഓക്കെ, എങ്ങനെ ഇരിക്കും? ഉണ്ടയായിട്ട് ഇരിക്കും. അടുത്തത് എന്താ? സ്റ്റിപ്യൂൾസ് എന്താ? ടു ലാറ്ററൽ സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അറ്റ് ദ ലീഫ് ബേസ്. നോക്കിയടാ, സ്റ്റിപ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലീഫ് ബേസില്, സ്റ്റിപ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലീഫ് ബേസില് ഇങ്ങനെ രണ്ട്
ലീഫ് ലൈക്ക് സ്ട്രക്ചർ കാണാം. ഓക്കെ, ലീഫ് ആണോ? അല്ല, ലീഫ് ലൈക്ക് ആണ്. ഇലയെ പോലെ ഇരിക്കുന്ന കുഞ്ഞു സ്ട്രക്ചർ. അവനെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റിപ്യൂൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്ത എന്താ? പിറ്റിയോൾ. എന്താണ്? സ്റ്റോക്ക് ഓഫ് ദ ലീഫ്. ഈ ലീഫ് സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ സ്റ്റോക്ക്, ഈ തണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്താ? പിറ്റിയോൾ. പിറ്റിയോളിന്റെ പ്രത്യേകത എന്താ? കണക്ട് ലാമിന ടു ദ ലീഫ് ബേസ്. ലാമിനയാണ് ഇത്. ഈ ലാമിന എന്ന് പറഞ്ഞ ഭാഗത്തെ ലീഫ് ബേസ് എന്ന് പറഞ്ഞ ഈ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന തണ്ടാണ് എന്താ? പിറ്റിയോള്. ഇനി ഫംഗ്ഷൻ എന്താ? ഹോൾഡ് ദ ബ്ലേഡ് ടു ലൈറ്റ്. ഓക്കെ, ലൈറ്റ് ഇറ്റ് ഫ്ലറ്റർ ഇൻ ദ വിൻഡ് ആൻഡ് ബ്രിങ് കൂൾ എയർ ടു ദ സർഫസ് ഓഫ് ലീഫ്. അത് പറഞ്ഞാൽ എന്താ? ലൈറ്റ് കിട്ടണം അല്ലെ? ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ കൃത്യമായിട്ട് ഇവർക്ക് എന്ത് കിട്ടണം? ലൈറ്റ് കിട്ടണം. അപ്പൊ കൃത്യമായിട്ട് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഈ ലീഫിനെ ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വിസിബിൾ ആക്കി ഇങ്ങനെ എന്ത് ചെയ്യുന്ന അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ആരാ? ഈ തണ്ടാണ്, പിറ്റിയോളാണ്. അതുപോലെ തന്നെ കാറ്റൊക്കെ വീശുമ്പോൾ ഇവർ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലട്ടർ ചെയ്യും അല്ലെ? അങ്ങനെ ചെയ്ത് എന്ത് പറ്റും? കൂൾ എയർ ടു ദ സർഫസ് ഓഫ് ലീഫ്. ലീഫിന്റെ സർഫസിലേക്ക് നല്ല കൂൾ ആയിട്ടുള്ള എയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ പിറ്റിയോൾ ആണ് ലീഫ് ബേസും ഈ ലാമിനയെ ലീഫ് ബേസിലേക്ക് കണക്ട് ചെയ്യുന്ന തണ്ട്. പ്രധാനമായിട്ട് ഫംഗ്ഷൻ എന്താ? ലൈറ്റില് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക, കാറ്റ് വീശുമ്പോ ഫ്ലട്ടർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേടാ? അടുത്തത് ഏതാ? ലാമിന. ഈ ഗ്രീൻ പോർഷനെ വിളിക്കുന്ന പേരാണ് എന്താ? ലാമിന ഓർ ലീഫ് ബ്ലേഡ്. ഓക്കെ, ലാമിന ഓർ ലീഫ് ബ്ലേഡ്. സെറ്റ് അല്ലേ? അതിന്റെ ഫംഗ്ഷൻ എന്താ? നോക്കിടാ. ഇറ്റ് ഇസ് എ ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ദ ലീഫ് വിത്ത് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ്. പറഞ്ഞാൽ എന്താ? ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട്, നല്ല പച്ച നിറത്തിലുള്ള എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്താ? ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ്. ഇവിടെ എന്തൊക്കെയുണ്ട്? വെയിൻസ് ഉണ്ട്, വെയിൻലെറ്റുകൾ ഉണ്ട്. വെയിൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അതിൽ നിന്ന് മിഡ്രിബ് വെയിൻസ് ഇങ്ങനെ ഉണ്ടാകും. അതിൽ നിന്ന് കുഞ്ഞു നരമ്പുകൾ പോലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നെറ്റ്വർക്ക് പോലെ ഉണ്ടാകും. അപ്പൊ വെയിൻസ് ഉണ്ടാകും, വെയിൻലെറ്റുകൾ ഉണ്ടാകും. ഓക്കെ അല്ലെ? ഫങ്ഷൻസ് ഓഫ് ദി വെയിൻസ് പ്രൊവൈഡ് റിജിഡിറ്റി ടു ലാമിന, ആക്ട് ആസ് ചാനൽസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ, മിനറൽസ് ആൻഡ് ഫുഡ്. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷൻസ് ഓഫ് വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത് നമ്മുടെ ലാമിനക്ക് ആവശ്യമായിട്ടുള്ള ഒരു റിജിഡിറ്റി, ഒരു കട്ടിയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ലീഫിന്റെ ഉള്ളിലേക്ക് ഈ മിനറൽസിനെയും വാട്ടറിനെയും ഒക്കെ എത്തിക്കുന്നത് ഈ കുഞ്ഞു വെയിനുകളുടെ ഉള്ളിൽ കൂടെ ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്തത് എന്താണ്? മിഡ്രിബ്, ദ മിഡിൽ പ്രൊമിനന്റ് വെയിൻ. ഈ നടുക്ക് കാണപ്പെടുന്ന മെയിൻ വെയിനിനെ, ഇതാണ് നമ്മുടെ വെയിൻ അല്ലെ? അതിൽ നിന്ന് വെയിൻലെറ്റ്സുകൾ ഉണ്ടാവുന്നു ടീച്ചർ പറഞ്ഞു. അപ്പൊ ഈ മിഡിൽ വെയിനിനെ വിളിക്കുന്ന പേരാണ് എന്താ? മിഡ് റിബ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഒന്ന് നോക്കിയടാ. ഇതാണ് പൾവിനസ് എന്ന് ടീച്ചർ പറഞ്ഞു. ലെഗുമിനസ് പ്ലാന്റുകളില് ഇത് സ്റ്റെമ്മാണ്, ഇത് പീറ്റിയോൾ ആണ്. ഇവിടെ ആരുണ്ട്? ലീഫ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കാണുന്ന ഈ വീർത്ത ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? പൾവിനസ്. എന്താ വിളിക്കുക? പൾവിനസ്. സെറ്റ് അല്ലേ? ഓക്കെ, പൾവിനസ്. ഇനി സ്റ്റിപ്യൂൾസ് നോക്കിയടാ. ഇത് സ്റ്റെമ്മ്, ഇത് പീറ്റിയോള്. കണ്ടോ? ലീഫ് ലൈക്ക് ഒരു സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. ഓക്കെ, എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആവുന്ന ടീച്ചർക്ക് അറിയില്ല, അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റിപ്യൂള്. ഓക്കെ, അടുത്ത എന്താ? ലീഫ് ബേസ് കവറിംഗ് സ്റ്റെം ഇൻ ഇനി നമ്മുടെ മോണോകോട്സ് ഗ്രാസുകളിലൊക്കെ നമ്മുടെ ഈ ലീഫ് ബേസ് കവർ ചെയ്തിരിക്കുന്നത് പോലെ കാണാം. കണ്ടോ? ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത് പോലെ കാണാം. അത് ജസ്റ്റ് ഫിഗറിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത വെരി 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 ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മുടെ വീനേഷൻ. ഓക്കെ, വീനേഷൻ എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഓ ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് എന്തായിരിക്കും? വെയിൻസ് ആയിരിക്കും. ഇറ്റ്സ് റിലേറ്റഡ് ടു വെയിൻസ് ആയിരിക്കും. വെയിനുമായിട്ട് എന്തോ റിലേഷൻ ഉള്ള ആളായിരിക്കും അല്ലെ വീനേഷൻ? യെസ്. ഒരു ലീഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആ ലീഫിൽ വെയിൻ ഉണ്ട്, വെയിൻലെറ്റ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ എല്ലാ ലീഫുകളിലും ഒരേപോലെയാണോ ഈ വെയിൻസും വെയിൻലെറ്റ്സ് ഒക്കെ ഇരിക്കുന്നത്? ആണോ? അല്ല, ഡിഫറെന്റ് ആണ് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പല ലീഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിൻസും വെയിൻലെറ്റ്സ് ഒക്കെ ഇരിക്കുന്നത് ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടായിരിക്കുന്നത് അല്ലേ? അതെ അല്ലെ? അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഇവരെ ഡിഫറെന്റ് ആയിട്ട് തിരിക്കാം. നോക്കാം നമുക്ക്. എന്താണ് ആദ്യം വീനേഷൻ? ഇറ്റ് ഇസ് ദ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ എ ലീഫ് ലാമിന. ഓക്കെ, ഒരു ലീഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ആ ലീഫിന്റെ ഉള്ളില് വെയിൻസും വെയിൻലെറ്റ്സും എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ആ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വീനേഷൻ. ഓക്കെ, അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരെന്താ? വീനേഷൻ. സെറ്റ് അല്ലേ? ഓക്കെ, രണ്ട് ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്. റെറ്റിക്കുലേറ്റ് വീനേഷൻ ഉണ്ട്, പാരലൽ വീനേഷൻ ഉണ്ട്. എന്താണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ? ഓക്കേടാ, ഒരു ലീഫ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് സെന്ററിൽ കൂടെ ഇങ്ങനെ ഒരു വെയിൻ ഉണ്ടാകും. അതിൽ നിന്ന് നോക്കിയടാ
ഇങ്ങനെ ഇങ്ങനെ ആരുണ്ടാകും? വെയിലറ്റ്സുകൾ ഉണ്ടാവും. അതിൽ നിന്ന് ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ പിന്നെയും പിന്നെയും ഉണ്ടാവും വെയിലറ്റ്സുകൾ. ഇതിനെ വിളിക്കുന്ന ഇങ്ങനെയാണ് വെയിനുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്താ? റെറ്റിക്കുലേറ്റ് വീനേഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പൊ എന്താണ് വീനേഷൻ? ദ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിലറ്റ്സ് ഇൻ എ ലീഫ് അല്ലെങ്കിൽ ലീഫ് ലാമിന ഇസ് നോൺ ആസ് വീനേഷൻ. ദർ ആർ ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഏതാ? റെറ്റിക്കുലേറ്റ് വീനേഷൻ. സെറ്റ് അല്ലെ? റെറ്റിക്കുലേറ്റ് വീനേഷൻ പ്രധാനമായിട്ടും ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് കേട്ടോ, മറന്നു പോരുത്. അടുത്തതാണ്, നമ്മളൊരു പുല്ലെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുല്ലിൽ ഇങ്ങനെ നെറ്റ്വർക്ക് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പുല്ലില് വെയിൻസ് എങ്ങനെയായിരിക്കുക? ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കുക. ഓക്കെ, പാരലൽ ആയിട്ടായിരിക്കുക. അപ്പൊ ആ വീനേഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പാരലൽ വീനേഷൻ. അപ്പൊ എന്താണ്? ദ വെയിൻസ് റൺ പാരലൽ ടു ഈച്ച് അതർ. കണ്ടോ, ഓരോ വെയിനുകളും പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെറ്റ് അല്ലേ? അപ്പൊ ഇതിന് എക്സാമ്പിൾ ഏതാ? മോണോകോട്ട്. അപ്പൊ വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതാരും വിടരുത്, ചോദിച്ചു കാണാറുണ്ട് എക്സാമിന്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത്. ഇനി നമ്മളുടെ ചുറ്റിനുള്ള എല്ലാ ലീഫുകളും ഇലകളും ഒരുപോലെയാണോ ഇരിക്കുന്നേ? ആണോ? ഇപ്പൊ പപ്പായയുടെ ലീഫും നമ്മുടെ തെങ്ങിന്റെ ലീഫും ചെമ്പരത്തിയുടെ ലീഫും ഒക്കെ ഒരുപോലെയാണ്? അല്ല, ഡിഫറെന്റ് ടൈപ്പ് ലീഫുകൾ ഉണ്ട് അല്ലെ? പല 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 ടൈപ്പ് ലീഫുകൾ ഉണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് ലീവ്സ് ഒന്ന് നോക്കി കഴിഞ്ഞാലോ? നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? നോക്കാം നമുക്ക് എത്ര തരത്തിലുള്ള ലീഫുകൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ ഓർമ്മ വരും. അങ്ങനെ ഉണ്ടല്ലേ, നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പൊ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിടാ. ടൈപ്സ് ഓഫ് ലീവ്സ്. ഒന്നാമത്തത് സിമ്പിൾ അല്ലെ? സിമ്പിൾ എന്ന് പറയുമ്പോ തന്നെ അതിലൊരു അല്ലെ സിമ്പിൾ ആയിരിക്കും. എങ്ങനെയായിരിക്കും? സാധാരണ നമ്മുടെ ഒരൊറ്റ ആയിട്ട് നിൽക്കുന്ന ഇവനാണ് നമ്മുടെ എന്ത്? സിമ്പിൾ ലീഫ്. ഓക്കെ, സിമ്പിൾ ലീഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിയർ എ സിംഗിൾ ലാമിന ഈസ് അറ്റാച്ച്ഡ് ടു ദ പീറ്റിയോൾ എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിയടാ, ഇത് സ്റ്റെം ആണെങ്കിൽ ഇത് ലീഫ് ബേസിൽ നിന്ന് പീറ്റിയോളിൽ നിന്ന് ലീഫ്. ഓക്കെ, പീറ്റിയോളിൽ നിന്ന് എന്ത്? ലീഫ്. ഒരു പീറ്റിയോളില് എന്താ? ഒരു സിംഗിൾ ലീഫ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സിമ്പിൾ. ഇതാണ് നമ്മുടെ എന്ത്? സിമ്പിൾ ലീഫ്. അടുത്തതേതാ? പിന്നേറ്റ്ലി കോമ്പൗണ്ട്. എന്താ പിന്നേറ്റ്ലി കോമ്പൗണ്ട്? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കും കേട്ടോ, ശ്രദ്ധ എങ്ങോട്ടും പോവല്ലേ. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഓക്കെ, നോക്കാം പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന്റെ പ്രത്യേകത എന്താണ്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് നോക്കിയടാ, ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു ലീഫ് ഉണ്ടാകും, ഇവിടെ ഒരു ലീഫ് ഉണ്ടാകും, ഇവിടെ ഒരു ലീഫ് ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇല്ലേ മക്കളെ? കറിവേപ്പിലയുടെ ഒരു തണ്ട് പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ കിട്ടുക അല്ലെ? ഇത് മൊത്തമാണ് ലീഫ്. അതിൽ ഓരോ ഇലകളായിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് മൊത്തം എന്താണ്? ലീഫാണ്. ഓക്കെ, കറിവേപ്പിലൊക്കെ നമ്മൾ പറിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുക അല്ലെ? വീട്ടിലിപ്പോ കിച്ചണിൽ അമ്മ പണിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് പറയും, മോനെ പോയിട്ട് ഒരു 2 തണ്ട് കറിവേപ്പില പറിച്ചിട്ട് വാടാ എന്ന് പറയും അല്ലെ? അപ്പൊ നമ്മൾ പറിച്ചെടുക്കുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഈ ഒരു ഇങ്ങനെ ആര്യവേപ്പ്, കറിവേപ്പില ഇതൊക്കെ ഇതിങ്ങനെയാ നിൽക്കുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. സെറ്റ് അല്ലേ? ഇവിടെ എന്താണ് നോക്കിയേ? എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ എ കോമൺ ആക്സിസ്. ഓക്കെ, അതായത് ഈ കോമൺ ആക്സിസില് ഓക്കെ ഒരുപാട് ലീഫ്ലെറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഇവരെ വിളിക്കുന്ന പേരെന്താണ്? ഓരോ കുഞ്ഞു കറിവേപ്പിലിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്താ? ലീഫ്ലെറ്റ്സ്. ഓക്കെ അല്ലേ? ആ തണ്ട്, അതായത് ഇവരുടെ നടുക്ക് കൂടെ പോകുന്ന ഈ കോമൺ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് റാക്കിസ്. എന്താ വിളിക്ക? റാക്കിസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. അപ്പോ പ്രധാനമായിട്ടും ലീഫുകളെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. കോമ്പൗണ്ടിൽ തന്നെ ഫസ്റ്റ് വണ്ണ അതാണ് പിന്നേറ്റ്ലി. അതാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞത്, നമ്മുടെ കറി ലീവ്സ്. എക്സാമ്പിൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നീം, നമ്മുടെ ആര്യവേപ്പ്. ഓക്കെ, ഇനി അടുത്തതാണ് പാമേറ്റ്ലി. നോക്കിയടാ ടീച്ചറെ പാം, ഇത് വെച്ചിട്ട് തന്നെയാ അവർ ആ പേരിട്ടിരിക്കുന്നത്, പാം അല്ലേ? ടീച്ചറെ പാം ഇതല്ലേ? ഈ പാമിലേക്ക് എത്ര ഫിംഗേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? 5 ഫിംഗേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഈ ലീഫും. അതായത് സെന്റർ ഒരു പോർഷൻ ഉണ്ടാവും, ആ പോർഷനിലേക്ക്
ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ലീഫുകളെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ പപ്പായയുടെ ഒക്കെ ലീഫ്, ഈ ലീഫ് നോക്കിയേ, ഇതാണ് അതിന്റെ സെന്റർ, പാം. ഇവിടൊക്കെ കണ്ടോ, ഈ ലീഫുകളെ മൊത്തം അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മുടെ പപ്പായയുടെ ലീഫൊക്കെ ഏകദേശം ആ ഒരു സ്ട്രക്ചർ ആണ് അല്ലെ. അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ടാവും, അവിടേക്ക് ഇങ്ങനെ ഡെഫിനിറ്റ് നമ്പർ ഓഫ് ലീവ്സിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ പേര് വരാൻ കാരണം എന്താ? പാമേറ്റ്ലി കോമ്പൗണ്ട് എന്ന്. നമ്മുടെ പാമിലേക്ക് ഫിംഗേഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പോലെ ഇവരെ കാണാൻ, അതുകൊണ്ടാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്താണ്? the leaflets are attached at the tip of a petiole like fingers of palm. ഓക്കെ, പിറ്റോളിന്റെ ടിപ്പിലേക്ക് എന്താണ് ഡെഫിനിറ്റ് നമ്പർ ഓഫ്, ഇവിടെയും ലീഫ്ലെറ്റ്സുകൾ എന്നാണ് കേട്ടോ പറയാ, ലീഫ്ലെറ്റുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ പാമിലെ ഫിംഗേഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലെ. എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? സിൽക്ക്, കോട്ടൺ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇതാണ് എന്താണ് ടൈപ്സ് ഓഫ് ലീവ്സ്. അപ്പൊ രണ്ട് ടൈപ്പ് ആണുള്ളത്, സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ഒരു പിറ്റോളിൽ ഒരു ലീഫ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പാമേറ്റ്ലി ഉണ്ട്, പിന്നേറ്റ്ലി ഉണ്ട്. പിന്നേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അറേഞ്ച്മെന്റ്, പാമേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? പാമിലേക്ക് ഫിംഗേഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലെ. സെറ്റ് അല്ലേ? ഇത് പഠിക്കാട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് എന്താ? അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ്. ഇനി എല്ലാ ലീഫുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപോലെയാണോ ചെടികളില്? അല്ല, അല്ലെ? ലീഫുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ലീഫുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന നോക്കിയടാ എന്താണ്? ഇറ്റ് ഇസ് എ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം. സ്റ്റെമ്മില് ലീഫുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ പാറ്റേണിനെ വിളിക്കുന്ന പേരെന്താണ്? ഫില്ലോടാക്സി. എന്താ വിളിക്കാ പറഞ്ഞേ? ഫില്ലോടാക്സി. ഇവര് ഈ പറയുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എപ്പോഴും 2 മാർക്സിന് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഫില്ലോടാക്സി. അതായത് സ്റ്റെമ്മുകളിൽ ഈ ലീഫുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? പല ചെടികളിലും പലതാണ്. നോക്കാം, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇതൊക്കെ. നോക്കിയടാ, ഫസ്റ്റത്തേത് ഏതാ? ഓൾട്ടർനേറ്റ്. ഫസ്റ്റത്തേത് ഏതാ? ഓൾട്ടർനേറ്റ്. നോക്കിയടാ, ഓൾട്ടർനേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു ലീഫ് ഉണ്ടാവും, അടുത്ത ലീഫ് ഇവിടെ ആയിരിക്കും, അടുത്ത ലീഫ് ഇവിടെ ആയിരിക്കും, അടുത്ത ലീഫ് എവിടെയാ? ഇവിടെ ആയിരിക്കും. കണ്ടോ? അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ വന്നോ? ഇല്ല. പിന്നെ എവിടക്കാ പോയത്? ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ വന്നോ? ഇല്ല. എവിടക്കാ പോയത്? ഇവിടെ. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിടവിട്ടിട്ടായിരിക്കും ലീഫുകൾ അറേഞ്ച് ചെയ്യുക സ്റ്റെമ്മില്. അപ്പൊ ഇതിന്റെ പേരെന്താ? ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ഓക്കെ അല്ലേ? അപ്പൊ എന്താ കൊടുത്തിരിക്കുന്നത്? എ സിംഗിൾ ലീഫ് അറൈസസ് അറ്റ് ഈച്ച് നോഡ് ഇൻ ഓൾട്ടർനേറ്റ് മാനർ. ഓരോ നോഡിൽ നിന്നും ഒരു സിംഗിൾ ലീഫ് ആയിരിക്കും വരിക. ഓക്കെ, 2 ലീഫ് വരുന്നുണ്ടോ? 2 ലീഫ് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ലീഫ് വന്നാണ്. അപ്പൊ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ്. എങ്ങനെ? ഓൾട്ടർനേറ്റ് മാനറിൽ. ഓൾട്ടർനേറ്റ് മാനർ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിടവിട്ട്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ചൈന റോസ്, ചെമ്പരത്തി, മസ്റ്റാർഡ്, കടുക്, സൺഫ്ലവർ, സൂര്യകാന്തി. വെരി 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 ഇമ്പോർട്ടന്റ്. ഈ ചാപ്റ്ററിൽ ഒരുപാട് എക്സാമ്പിൾസ് എന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ ആൾട്ടർനേറ്റീവ് ഫില്ലോടാക്സി കാണിക്കുന്ന ചെടികൾക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാ? നമ്മുടെ ചൈന റോസ്, നമ്മുടെ ചെമ്പരത്തി, നമ്മുടെ മസ്റ്റാർഡ്, നമ്മുടെ കടുക്. അടുത്തത് ഏതാ? സൺഫ്ലവർ. ഓക്കെ അല്ലേ? അടുത്തത് ഏതാ? ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. ഇത് സിമ്പിളാ. ഓപ്പോസിറ്റിന്റെ പ്രത്യേകത നോക്കിയടാ, ഇവിടെ ഒരു ലീഫ് ഉണ്ട്, അതിനോപ്പോസിറ്റ് ഇവിടെ ഒരു ലീഫ് ഉണ്ട്, ഇവിടെ ഒരു ലീഫ് ഉണ്ട്, അതിനോപ്പോസിറ്റ് ഇവിടെ ഒരു ലീഫ് ഉണ്ട്, ഇവിടെ ഒരു ലീഫ് ഉണ്ട്, പിന്നെ ഓപ്പോസിറ്റ് ലീഫ്. കണ്ടോ? ഓപ്പോസിറ്റ് എന്ത് വരുന്നുണ്ട്? കൃത്യമായിട്ട് ലീഫുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റെമ്മില് ഓപ്പോസിറ്റ് ലീഫ് ഉണ്ടെങ്കിൽ അതിന്റെ പേരെന്താ? ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. സെറ്റ് അല്ലേ? അപ്പൊ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 2 leaves arises at each node in opposite direction. ഓക്കെ, ഇവിടെയുള്ള നോഡിൽ നിന്ന് 2 ലീഫുകൾ വരും. എങ്ങനെയായിട്ടാ നിൽക്കുക? ഓപ്പോസിറ്റ് ആയിട്ട്. സെറ്റ് അല്ലേ? അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാ? കലോട്രോപ്പിസം, പേരയ്ക്ക്, ഗുവ. ഓക്കെ, നമ്മുടെ എരുക്ക്, കലോട്രോപ്പിസം, പിന്നെ നമ്മുടെ ഗുവ, നമ്മുടെ പേരയ്ക്ക്. സെറ്റ് അല്ലേ? ഓക്കെ, ഇന്ന് തന്നെ പേരമരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് നോക്കാം ഓപ്പോസിറ്റ് ആണോ. ഓക്കെ, അടുത്തത് ഏതാ? ഓൾഡ്. എന്താ? ഓൾഡ് ഫില്ലോടാക്സി. ഓക്കേടാ, മോർ ദാൻ 2 leaves arises at a node. ഒരു നോഡിൽ നിന്ന് ഒരുപാട് അല്ലെങ്കിൽ 2ൽ കൂടുതൽ ലീവ്സ് അറൈസ് ചെയ്യാം. ഇപ്പൊ നോക്കിയടാ, ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റെമ്മെങ്കിൽ, ഇത് നമ്മുടെ നോഡാണെങ്കിൽ ഇവിടെ ഒരു ലീഫ് ഉണ്ടാകും, ഇവിടെ ഒരു ലീഫ് ഉണ്ടാകും, ഇവിടെ ഒരു ലീഫ് ഉണ്ടാകും, ഇവിടെയും ലീഫ് ഉണ്ടാവും. ഇതൊക്കെ ഓക്കെ. അടുത്ത സെറ്റ് ഇവിടെയും ലീഫ് ഉണ്ടാവും, ഇവിടെയും ലീഫ് ഉണ്ടാവും, ഇവിടെയും ലീഫ് ഉണ്ടാവും, ഇവിടെയും ലീഫ് ഉണ്ടാവും. കണ്ടോ? അപ്പോ ഒരു നോഡിൽ നിന്ന് തന്നെ 2ൽ കൂടുതൽ ലീഫുകൾ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് വേൾഡ്. ഓക്കെ അല്ലേ? ഇതിന് എക്സാമ്പിൾ ഏതാ? അൽസ്റ്റോണിയ, 7 പാല.
അൽസ്റ്റോണിയ. ഓക്കെ, അതെ ഫിഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഫിലോടാക്സി നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അടുത്തത് ഏതാ? ഫ്ലവർ. അപ്പൊ നമ്മുടെ ലീഫ് കഴിഞ്ഞു. ലീഫ് എന്തായി? കഴിഞ്ഞു. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മള് അടുത്തതിലേക്ക് പോകാൻ പോകുന്നത് ഏതാണ്? അടുത്തത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്? ഫ്ലവർ. അപ്പൊ അടുത്ത ഫ്ലവർ തൊട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങള് നമുക്ക് അടുത്ത വീഡിയോയില് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് റൂട്ട് പറഞ്ഞു, സ്റ്റെമ്മ് പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ലീഫ് പറഞ്ഞു. ഇനി അങ്ങോട്ട് ഏതാണുള്ളത്? നമ്മുടെ ഫ്ലവർ ആണുള്ളത് അല്ലെ? അപ്പൊ ഫ്ലവർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുവരെ എടുത്തത് കൃത്യമായിട്ട് പഠിക്കുക. വീനേഷൻ, ഫിലോടാക്സി ഇതൊക്കെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെ ഉള്ളത് കൃത്യമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ ടീച്ചർ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കേടാ, ശരി.